ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോള് വല്ലാത്ത വിഷമത്തില. കുറച്ചു കഴിഞ്ഞ് സങ്കടങ്ങളൊക്കെ ഒന്ന് മാറുമ്പോ വിളിപ്പിക്കാന്ന് പറഞ്ഞു. നിങ്ങക്ക് വേറെ പണിയില്ലേ? ഇനി വിളിച്ചാലും ശരി, വിളിച്ചില്ലെങ്കിലും ശരി, ഈ വീട്ടിലേക്ക് അവള് വരാൻ പാടില്ല. ഇത് എന്റെ തീരുമാനമാ. അതിന് ദൈവം സഹായിച്ചില്ലേ? നമുക്ക് പോവാം. മോള് വാ. മാഡം 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 എഴുന്നേൽക്ക്. മാഡം 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 എഴുന്നേൽക്ക്. മാഡം മാഡം സോണിയ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ആശുപത്രി പോയേ പറ്റൂ. ശ്യാമ മാഡത്തിനെ ഇങ്ങനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇനി നമ്മൾ അവരെ ഭയക്കണം. കൈ കിട്ടിയ അവര് നമ്മളെ തീർത്ത് കളയും. ശ്യാമയെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കരയെ മാത്രം അറിയാവുന്ന ഒരുത്തിന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷേ ഇനി നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. മാഡം 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 മാലിനി, എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം. നീ പിടിക്ക്. ഹലോ മുത്തശ്ശി. അവസാനം നമ്മൾ ജയിച്ചടി മോളെ. അവളുണ്ടല്ലോ രാധിക, അവള് വീട് വിട്ടു പോയി. എങ്ങോട്ട്? ആ, അതൊന്നും എനിക്കറിയില്ല. ഇനി കൺമുമ്പിൽ കാണണ്ടാന്ന് ദേവം പറഞ്ഞ് വാതിലടച്ചപ്പോ അവൾ ഇറങ്ങി ഒരു പോക്കങ്ങ് പോയി. അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ നേരെ ആ ഫിദാ മാഡത്തിന്റെ അടുത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ഓ, ആ ഫിദാ മാഡത്തിനെ യശോദ വിളിച്ചു. അവിടെങ്ങും ചെന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇനി എന്തിനാടി പേടിക്കുന്നേ? ഇന്നോ നാളെയോ ഏതെങ്കിലും കായലിൽ ചത്തു പൊങ്ങിന്നുള്ള വാർത്ത വരും. അതോടെ എന്റെ മോടെ ജീവിതം സുരക്ഷിതമാവും. അച്ഛനോട് ദേഷ്യമുണ്ടോ? ആ, നിന്നോട് ഒരു ദേഷ്യവുമില്ല. എല്ലാം അവള് പറഞ്ഞ് ചെയ്യിച്ചതാണെന്ന് ഞാൻ ദേവന്റെ തലയിൽ ആണിയടിച്ചു കയറ്റിട്ടുണ്ട്. ആ, ഇനി നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയോ? കണിമംഗലത്ത് ഉറച്ചു നിൽക്കേണ്ട മാർഗങ്ങൾ ഉണ്ടാക്കണം. വരുണിനോട് പെട്ടെന്ന് ബഹളം വെക്കാനൊന്നും നിൽക്കണ്ട. അവള് തീർന്നു എന്നുള്ള ഒരു വാർത്ത വരട്ടെ. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ അവൻ പൊരുത്തപ്പെടും. ആ, അതുവരെ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് നീ അങ്ങ് കൂടെ നിന്നാ മതി. മനസ്സിലായോ? മനസ്സിലായി മുത്തശ്ശി. പക്ഷെ എവിടെയെങ്കിലും മാറി നിന്നിട്ട് ചേച്ചി തിരിച്ചു വന്ന ഇനിയോ? ആറ്റുവാശ്ശേരിയുടെ വാതിലെ അവൾക്ക് വേണ്ടി ഇനി തുറക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ആകണമെങ്കിലേ നിന്റെ മുത്തശ്ശി ചാവണം. ഹയ്യ. അച്ഛനമ്മമാര് ദേഷ്യം വരുമ്പോ ചില കടുത്ത വാക്കുകൾ പറയും. അച്ഛനമ്മമാര് നമ്മളോട് പറഞ്ഞിട്ടില്ലേ യശോദേ? എന്നിട്ടെന്താ, നമ്മളൊക്കെ അവരുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോവാണോ ചെയ്തിട്ടുള്ളത്? നമ്മളെ കൊണ്ട് പറ്റുമോ അതൊക്കെ? അച്ഛനമ്മമാര് വഴക്ക് പറഞ്ഞാലേ പിള്ളേരെ ഇറങ്ങിപ്പോവില്ല. പക്ഷെ അവൾ ഇറങ്ങിപ്പോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ ദേവ? അച്ഛനെന്നോ അമ്മയെന്നും വിളിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും അവളുടെ മനസ്സിൽ പോലും ഇല്ല. അല്ലെങ്കിലും അത് അങ്ങനെയല്ലേ? അവളുടെ രക്തത്തിന്റെ ഗുണം അവള് കാണിക്കാതിരിക്കുവോ? ഒരാള് വിഷമിച്ചിരിക്കുമ്പോ ഇങ്ങനൊന്നും പറയാതെ അമ്മേ. എന്തിനാ അങ്ങനെ പറയുന്നെന്നറിയാവോ? മനസ്സിലുള്ള സങ്കടം പെട്ടെന്ന് പിഴുതു കളയാൻ വേണ്ടിട്ടാ. ഇവന്റെ ഈ ഇരിപ്പ് എനിക്ക് കണ്ടിട്ട് സഹിക്കാഞ്ഞിട്ടാ.
സ്വന്തം കുടുംബത്തെ സ്വന്തം അനുജത്തെയും ചതിച്ചവളെ കൂടുതൽ ഓർക്കാതിരിക്കുന്നതാ നല്ലത്. എങ്ങോട്ടാ? എനിക്കെന്റെ മോളെ ഒന്ന് കാണണം. എവിടെയെങ്കിലും പോയി അവളെ തെരഞ്ഞു കണ്ടുപിടിക്കണം. ഫിദ മേഡോ? ഹലോ. ഹലോ, ഞാൻ ഫിദയാണ്. രാധിക എന്റെ കൂടെ ഉണ്ട്. ദേവേട്ട, രാധിക മോള് ഫിദ മേഡത്തിന്റെ കൂടെ ഉണ്ടെന്ന്. നടന്ന കാര്യങ്ങളൊക്കെ രാധിക എന്നോട് പറഞ്ഞു. അവള് നല്ല ടെൻഷനില്ല. ആദ്യം അവളുടെ മനസ്സൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഇവിടെ ദേവേട്ടൻ ആകെ തളർന്നിരിക്കുക. സമാധാനിക്കാൻ പറഞ്ഞോളൂ. രാധികയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവൾക്കൊരു കുറവും വരില്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ അവളോട് സംസാരിച്ചിട്ട് നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കുക. ആയിക്കോട്ടെ. മോള് വല്ലാത്ത വിഷമത്തില. കുറച്ചു കഴിഞ്ഞ് സങ്കടങ്ങളൊക്കെ ഒന്ന് മാറുമ്പോ വിളിപ്പിക്കാന്ന് പറഞ്ഞു. നിങ്ങക്ക് വേറെ പണിയില്ലേ? ഇനി വിളിച്ചാലും ശരി, വിളിച്ചില്ലെങ്കിലും ശരി, ഈ വീട്ടിലേക്ക് അവള് വരാൻ പാടില്ല. ഇത് എന്റെ തീരുമാനമാ. ദേവേട്ട, അവൾക്കൊന്നുമില്ലല്ലോ. അവൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് തന്നെയാണല്ലോ. അത് തന്നെ വലിയൊരു സമാധാനം. മോളെ കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ആപത്താ. ഐശ്വര്യ വെറുതെ ഇരിക്കില്ല. അവൾ ആരെയൊക്കെയാ വിളിച്ചു വരുത്താൻ പോകുന്നത് നമുക്കറിയില്ല. റിസ്ക് എടുക്കാൻ പോകാത്തായിരിക്കും നല്ലത്. ഞാനും അത് തന്നെ അടുത്ത് ആലോചിക്കുന്നു. കുറച്ചു നാളത്തേക്ക് രാധികമോളും ഞാനും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. എങ്ങോട്ട് പോകും?